ഹിസാപ്പിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ബാബു. നമ്മളിന്ന് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആറ്റം, ന്യൂക്ലിയസ് എന്നിവയെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പോൾ ആറ്റം, ന്യൂക്ലിയസ് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂക്ലിയർ ഫിസിക്സ്. ചലനത്തിൻ്റെയും ഗുരുത്വാകർഷണത്തിൻ്റെയും വ്യത്യസ്ത നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഭൗതികശാസ്ത്ര ശാഖയാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ഓക്കെ, ചലനത്തിൻ്റെയും ഗുരുത്വാകർഷണത്തിൻ്റെയും വ്യത്യസ്ത നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഭൗതികശാസ്ത്ര ശാഖയാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ആപേക്ഷികത, ക്വാണ്ടം മെക്കാനിക്സ് എന്നീ രണ്ട് സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ഭൗതികശാസ്ത്ര ശാഖയാണ് മോഡേൺ ഫിസിക്സ്. ആപേക്ഷികത, ക്വാണ്ടം മെക്കാനിക്സ് എന്നീ രണ്ട് സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ഭൗതികശാസ്ത്ര ശാഖയാണ് മോഡേൺ ഫിസിക്സ്. വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെയും വസ്തുവിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്കൽ ഫിസിക്സ്. വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെയും വസ്തുവിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്കൽ ഫിസിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം, ദാറ്റ് ഈസ് മെക്കാനിക്സ് എന്ന് പറയും. ചലനത്തെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്സ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് എയ്റോ ഡൈനാമിക്സ്. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് എയ്റോ ഡൈനാമിക്സ് എന്ന്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കിയുള്ള പഠനമാണ് ആസ്ട്രോളജി. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കിയുള്ള പഠനം, അതാണ് ആസ്ട്രോളജി. ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ആസ്ട്രോഫിസിക്സ്. ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോഫിസിക്സ്. ഇനി ആകാശത്തെക്കുറിച്ചുള്ള പഠനം, ദാറ്റ് ഈസ് ആസ്ട്രോണമി. ആകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി. ശൂന്യാകാശ യാത്രയെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോനോട്ടിക്സ്. ശൂന്യാകാശ യാത്രയെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോനോട്ടിക്സ്. ആകാശഗോളങ്ങളും പ്രകൃതിയും തമ്മിലുള്ള പഠനമുണ്ട്, ദാറ്റ് ഈസ് ആസ്ട്രോ ജിയോളജി. ആകാശഗോളങ്ങളും പ്രകൃതിയും തമ്മിലുള്ള പഠനമാണ് ആസ്ട്രോ ജിയോളജി. കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട്, ദാറ്റ് ഇസ് മെറ്റീരിയോളജി എന്ന് പറയും. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി. കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനമുണ്ട്, അതാണ് ലിത്തോളജി എന്ന് പറയും. കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനമാണ് ലിത്തോളജി. ഇലക്ട്രോണുകളുടെ സ്വഭാവം, നിയന്ത്രണം, ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനമുണ്ട്, ദാറ്റ് ഇസ് ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ സ്വഭാവം, നിയന്ത്രണം, ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോണിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനമുണ്ട്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ്. അപ്പോൾ താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയും. ഉയർന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം, ദാറ്റ് ഇസ് പൈറോജെനിക്സ് എന്ന് പറയും. അപ്പോൾ ഉയർന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് പൈറോജെനിക്സ്. അവരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ്. താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ്. അപ്പോൾ ഉയർന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം പൈറോജെനിക്സ്. ഓക്കെ, താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജെനിക്സ്. ഇനി ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോസ്റ്റിക്സ് എന്ന് പറയും. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോസ്റ്റിക്സ്. നിറങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട്, അതാണ് ക്രൊമറ്റോളജി എന്ന് പറയും. നിറങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ക്രൊമറ്റോളജി. അല്ലെ, പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ് എന്ന് പറയും. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ്. ഇത് ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചുകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ഐസാപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ LDC, LPUP, RRB, SSC തുടങ്ങിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു സർക്കാർ ജോലിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.